അമേരിക്കൻ IT മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രവാസികൾക്കും പുതിയതായി വർക്ക് വിസയിൽ US-ലേക്ക് വരാൻ തയ്യാറെടുക്കുന്നവർക്കും ഗ്രീൻ കാർഡ് നടപടികളിലൂടെ കടന്നുപോകുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ വിഭാഗമായ USCIS ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ വിസ അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ് ചെയ്ത് ലഭിക്കുന്നതിനായുള്ള പ്രീമിയം പ്രോസസ്സിംഗ് ഫീസുകളിൽ വലിയ തോതിലുള്ള വർധനവ് നടപ്പിലാക്കാൻ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഥവാ USCIS തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രവാസികളെ തേടിയെത്തുന്ന ഈ തിരിച്ചടി വിദേശികളുടെ അമേരിക്കൻ ജീവിതത്തെയും സാമ്പത്തിക ആസൂത്രണത്തെയും എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അമേരിക്കൻ കുടിയേറ്റ നിയമപ്രകാരം വിസ അപേക്ഷകൾ മാസങ്ങളോളം വൈകുന്നത് ഒഴിവാക്കാൻ അപേക്ഷകർക്ക് USCIS-ന് അധിക തുക നൽകി ഉപയോഗിക്കാവുന്ന ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനമാണ് ഫോം I-907 വഴിയുള്ള പ്രീമിയം പ്രോസസ്സിംഗ്. USCIS സ്റ്റെബിലൈസേഷൻ ആക്ട് പ്രകാരം അമേരിക്കയിലെ പണപ്പെരുപ്പ നിരക്കുകൾക്ക് അനുപാതികമാണ് ഈ ഫീസ് വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത്. പുതിയ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ H-1B, L-1, E-2, O-1 തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിസകളുടെ പ്രീമിയം പ്രോസസ്സിംഗ് ഫീസ് കുത്തനെ ഉയരും. മുൻപ് ഇത് $2,500 ആയിരുന്ന സ്ഥാനത്ത് പുതിയ പരിഷ്കാരങ്ങളോടെ ഫീസ് വീണ്ടും വർദ്ധിപ്പിച്ച് അമേരിക്കൻ IT കമ്പനികൾക്കും പ്രവാസി ജീവനക്കാർക്കും വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഫോം I-129 അഥവാ നോൺ ഇമിഗ്രന്റ് വർക്ക് പെറ്റീഷനുകൾക്കാണ് ഈ ഫീസ് വർധനവ് ബാധിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും H-1B വിസയിൽ പുതിയതായി അമേരിക്കയിലേക്ക് വരുന്നവർക്കും നിലവിൽ അമേരിക്കയിൽ ജോലി ചെയ്യുകയും എന്നാൽ 3 വർഷത്തെ കാലാവധി കഴിഞ്ഞ് വിസ എക്സ്റ്റൻഷൻ അപേക്ഷിക്കുന്നവർക്കും L-1 വിസ വഴി കമ്പനികളിലെ ട്രാൻസ്ഫർ വഴി വരുന്നവർക്കും ഈ പുതിയ ഫീസ് നിരക്കുകൾ ബാധകമാണ്. ഇതുകൂടാതെ അമേരിക്കയിൽ സ്ഥിരതാമസത്തിനായി അഥവാ ഗ്രീൻ കാർഡിനായി ശ്രമിക്കുന്ന IT പ്രൊഫഷണലുകൾ സമർപ്പിക്കുന്ന ഫോം I-140 അഥവാ ഇമിഗ്രേഷൻ പെറ്റീഷൻ ഫോർ ഏലിയൻ വർക്കർ കാറ്റഗറിയിലും സമാനമായ വർധനവ് USCIS കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ EB1, EB2, EB3 കാറ്റഗറികളും ഉൾപ്പെടുന്നു. ഈ ഫീസ് വർധനവിനോടൊപ്പം പ്രവാസി മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സുപ്രധാന മാറ്റം കൂടിയുണ്ട്. മുൻകാലങ്ങളിൽ പ്രീമിയം പ്രോസസ്സിംഗ് വഴി അപേക്ഷിച്ചാൽ 15 കലണ്ടർ ദിവസത്തിനുള്ളിൽ USCIS തീരുമാനം അറിയിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഇത് 15 പ്രവൃത്തി ദിവസങ്ങളായി അഥവാ ബിസിനസ് ഡേയ്സ് ആയി മാറ്റിയിട്ടുണ്ട്. അതായത് ശനി ഞായർ ദിവസങ്ങളും അമേരിക്കൻ ഫെഡറൽ അവധി ദിവസങ്ങളും ഒഴിവാക്കി മാത്രമേ ഇനി 15 ദിവസങ്ങൾ കണക്കാക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ഉയർന്ന തുക നൽകി പ്രീമിയം പ്രോസസ്സിംഗ് ചെയ്താലും വിസ അപ്രൂവൽ ലഭിക്കാൻ കുറഞ്ഞത് 3 ആഴ്ചയോ അതിൽ കൂടുതലോ സമയമെടുക്കുമെന്ന യാഥാർത്ഥ്യം പ്രവാസികൾ ഉൾക്കൊള്ളേണ്ടതാണ്. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന F1 വിദ്യാർത്ഥികളെയും US ഫീസ് വർധനവ് കാര്യമായി ബാധിക്കുന്നുണ്ട്. തങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ്, OPT, STEM OPT എന്നിവ ലഭിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ഫോം I-76 വഴി എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റിന് അപേക്ഷിക്കാറുണ്ട്. ജോബ് ഓഫർ കയ്യിലുള്ള വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ EAD കാർഡ് ലഭിക്കാൻ പ്രീമിയം പ്രോസസ്സിംഗ് ആശ്രയിക്കേണ്ടി വരുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് വിദ്യാർത്ഥികൾക്ക് സ്വയം വഹിക്കേണ്ടി വരുന്നത്. സമാനമായി H-4, L-2 തുടങ്ങിയ ഡിപെൻഡന്റ് വിസക്കാർ തങ്ങളുടെ സ്റ്റേറ്റസ് മാറ്റുന്നതിനോ ദീർഘിപ്പിക്കുന്നതിനോ സമർപ്പിക്കുന്ന ഫോം I-539 അപേക്ഷകളിലെ പ്രീമിയം ഫീസിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉയർന്ന ഫീസ് ആര് നൽകും എന്നത് പ്രവാസി IT ജീവനക്കാരും തൊഴിലുടമയും തമ്മിലുള്ള വലിയൊരു ചർച്ചാ വിഷയമാണ്. US തൊഴിൽ നിയമപ്രകാരം H-1B വിസയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഫീസുകൾ തൊഴിലുടമ അഥവാ സ്പോൺസർ ചെയ്യുന്ന കമ്പനിയാണ് നൽകേണ്ടത്. എന്നാൽ ഒരു ജീവനക്കാരൻ തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അതായത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ അല്ലെങ്കിൽ അടിയന്തരമായി നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വേഗത്തിൽ വിസ അപ്രൂവൽ ആവശ്യമായി വരുമ്പോൾ പ്രീമിയം പ്രോസസ്സിംഗ് ഫീസ് ജീവനക്കാരൻ തന്നെ വഹിക്കേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാഹചര്യത്തിൽ പല ചെറുകിട IT കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഈ വലിയ തുക ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. H-1B ഗ്രേസ് പീരീഡിൽ നിൽക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ നിയമം വലിയ വെല്ലുവിളിയാണ്. ജോലി നഷ്ടപ്പെട്ട് 60 ദിവസത്തിനുള്ളിൽ പുതിയൊരു കമ്പനി കണ്ടെത്തി അവരുടെ സ്പോൺസർഷിപ്പിൽ I-129 പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ വേഗത്തിൽ തീരുമാനമറിയാൻ പ്രീമിയം പ്രോസസ്സിംഗ് നിർബന്ധമായി വരുന്നു. ഈ സമയത്ത് ഉയർന്ന ഫീസ് പല കമ്പനികളെയും പുതിയ ജീവനക്കാരെ എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം. അതിനാൽ ഗ്രീൻ കാർഡ് നടപടികളിലൂടെ കടന്നു പോകുന്നവരും വിസ എക്സ്റ്റൻഷൻ അപേക്ഷിക്കുന്നവരും മാസങ്ങൾക്ക് മുൻപ് തന്നെ തങ്ങളുടെ കമ്പനിയുടെ HR വകുപ്പുമായും ഇമിഗ്രേഷൻ ലോയർമാരുമായും സംസാരിച്ച് കൃത്യമായ പ്ലാനിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. അവസാന നിമിഷം വലിയ തുക കൊടുത്ത് പ്രീമിയം ചെയ്യുന്നതിന് പകരം
റെഗുലർ പ്രോസസ്സിംഗ് വഴി അപേക്ഷിക്കുന്നത് സാമ്പത്തിക ലാഭം നൽകും. USCIS നിരന്തരം കൊണ്ടുവരുന്ന ഇത്തരം ഫീസ് വർധനവുകളെയും ഇമിഗ്രേഷൻ നിയമങ്ങളിലെ നിർണായക മാറ്റങ്ങളും ഓരോ അമേരിക്കൻ പ്രവാസിയും കൃത്യമായി അറിഞ്ഞിരിക്കണം. അമേരിക്കൻ വിസ, ഗ്രീൻ കാർഡ്, സാമ്പത്തിക വാർത്തകൾ എന്നിവ കൃത്യതയോടെയും വേഗത്തിലും അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.